അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന ഈ മുൻഭാഗത്ത് ഇവിടെ നിന്ന ഒരാളോടും അതോടൊപ്പം പൊതുവിൽ ആളുകളോടും എനിക്ക് നടത്താനുണ്ട്. അതിവിടെ ഒരു വലിയ കൊടി ഉയർത്തി കാണിക്കുന്നത് കണ്ടു. അതിൽ എൻ്റെ ഒരു ചിത്രം ആലേഖനം ചെയ്തും കണ്ടു ഞാൻ. അതൊരു ശരിയായ സമ്പ്രദായമല്ല. കാരണം ഞങ്ങൾ പാർട്ടി പ്രവർത്തകരെന്ന നിലക്ക് പാർട്ടി നിശ്ചയിക്കുന്ന വിവിധ ചുമതലകൾ വഹിക്കുന്നു, ആ ചുമതലകൾ നിറവേറ്റുന്നു. അതിൽ വേർതിരിവുണ്ടാക്കാൻ പാടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. നാം നടത്തുന്ന എല്ലാ പ്രവർത്തനവും പാർട്ടിക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ളതാണ്, പാർട്ടിക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ളതാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത്. ഇവിടെ അങ്ങനെയൊന്ന് കണ്ടതുകൊണ്ട് പറയുകയാണ്, ഇനി ആ ആളോ അല്ലെങ്കിൽ അത്തരം ആളുകളോ അത് ചെയ്യരുത്. അത് മാതൃകയാക്കി മറ്റുള്ളവരും ചെയ്യാൻ പാടില്ല എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ പാർട്ടിയുടെ സമ്മേളനം സാധാരണ പാർട്ടി ശത്രുക്കളായവർക്ക് മറ്റഭ്യൂഹങ്ങൾക്കൊന്നും അവസരം കൊടുക്കാതെ സമാപിക്കുന്ന നിലയാണുണ്ടായി. അപ്പോഴെല്ലാം ഓർത്തു പോകുന്നൊരു കാര്യം, നിങ്ങൾ പലരും ഓർത്ത കാര്യം, ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ നമ്പറുകൾ തുലനം ചെയ്തത് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. എന്നിട്ട് ഇന്ന് സംഭവിക്കാൻ പോകുന്നു ഇത്രയാണ്, അല്ല ഫുട്ബോൾ കമൻട്രി പോലെ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രസ്ഥാനം തുടക്കത്തിൽ വളരെ ചെറിയൊരു പ്രസ്ഥാനമായിരുന്നു, അതായത് ആരംഭകാലം. പക്ഷെ അന്ന് ഏറ്റവും കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഈ പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്ന ആശയം, പ്രസ്ഥാനത്തിൻ്റെ വർഗാടിസ്ഥാനം വർഗശത്രുക്കളെ വല്ലാതെ വേവലാതിപ്പെടുത്തുന്നുണ്ട്. അവരപകടം ശരിക്ക് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസ്റ്റ് ഭൂതം എന്ന് മുതലാളിത്തം വിശേഷിപ്പിച്ചിരുന്നത്. ഇത് വളരാൻ പാടില്ല എന്നതുകൊണ്ടായിരുന്നു തുടക്കത്തിൽ ആക്രമണം, നിരോധനം, അറസ്റ്റ്, തടങ്കൽ, ശാരീരിക ആക്രമണം, ലോക്കപ്പിലും ജയിലിലുമുള്ള ആക്രമണം എല്ലാം അതിൻ്റെ ഭാഗമായി ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ നമ്മുടെ വർഗാടിസ്ഥാനം, അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനം നമ്മെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തി. ജനങ്ങൾ വലിയ തോതിൽ ഈ പാർട്ടിയോടൊപ്പം അണിനിരന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ അണിനിരന്നപ്പോൾ അതായി വലിയ വിഷമം വർഗശത്രുക്കൾക്ക്. പിന്നെ ഇതിനെ തകർക്കാനുള്ള ശ്രമമായി. പിന്നീട് തുടർച്ചയായിട്ട് അതാണ് നാം കണ്ടുവന്നത്. ചില ഘട്ടങ്ങളിൽ പാർട്ടിയെ ഒന്ന് ഉലക്കാൻ കഴിയുമോ എന്നവർ പല വഴിക്ക് നോക്കിയതുണ്ട്. പക്ഷെ അതിനെയെല്ലാം ശരിയായ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ധാരണയോടെ നമുക്ക് നേരിടാൻ കഴിഞ്ഞു.